ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാണ്. രാഷ്ട്രീയ പാർട്ടികൾ സീറ്റുകൾക്കായി ചർച്ചകൾ നടത്തുകയാണ്. എല്ലാ പാർട്ടികളുടെയും വിജയവാഗ്ദാനങ്ങൾക്കിടയിൽ ചൊവ്വാഴ്ച ജനതാദൾ യുണൈറ്റഡ് എംപി മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മകനെ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ക്ഷണിച്ചു. നളന്ദയിൽ നിന്നുള്ള JDU എംപി കൗശലേന്ദ്രകുമാറിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കണമെന്ന് കൗശലേന്ദ്ര പറഞ്ഞു. ഇതുകൂടാതെ നിശാന്തിന് സീറ്റ് നൽകണമെന്നും MP പറഞ്ഞു. നളന്ദയിലെ ഇസ്ലാംപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിശാന്ത് മത്സരിക്കണമെന്ന് കൗശലേന്ദ്രകുമാർ പറഞ്ഞു. നിശാന്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നിശാന്തിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണിതെന്ന് കൗശലേന്ദ്രകുമാർ പറഞ്ഞു. നിശാന്ത് ഒരു നല്ല വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിതീഷിന്റെ മകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നാൽ എന്നോടൊപ്പം പാർട്ടി പ്രവർത്തകർക്കും സുഖം തോന്നും. നിശാന്തിന് ഭാവിയിൽ JDUവിനെയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കൗശലേന്ദ്ര പറഞ്ഞു. നിശാന്തിനെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം എല്ലാവരെയും ബഹുമാനിക്കുന്നു എന്നതാണ് എന്നും MP കൗശലേന്ദ്രകുമാർ പറഞ്ഞു. നളന്ദയിൽ അദ്ദേഹത്തിന്റെ പേരിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. നിശാന്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലിയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇന്ന് ഉണ്ടാവില്ലെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് MP വിമർശിച്ചത്. JDU വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ജായ് ഇക്കാര്യം തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും കൺവീനർ സ്ഥാനം നൽകുന്നത് കോൺഗ്രസ് വൈകിപ്പിക്കുകയായിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് റിപ്പോർട്ടർ TV പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. നിതീഷ് കുമാറിനെ നിലനിർത്തിയിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി എന്നൊരു ഭരണാധികാരി ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. കോൺഗ്രസ് ആണ് അത് താമസിപ്പിച്ചത്. കൺവീനർ സ്ഥാനം കൊടുക്കാതെ കോൺഗ്രസ് വഴക്കിലേക്ക് പോയി. പ്രശ്നത്തിൽ കോൺഗ്രസ് യുക്തമായ തീരുമാനമെടുക്കണമെന്ന് സീതാറാം യെച്ചൂരി പലതവണ പറഞ്ഞിട്ടുണ്ട്. നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഈ സർക്കാർ തന്നെ ഉണ്ടാവില്ലായിരുന്നു, ഭരണ തുടർച്ചയും ഉണ്ടാവില്ലായിരുന്നു. ഇതിന്റെ ഉത്തരവാദി ആരാണ്? നിന്നാൽ ശരിപ്പെടുത്തുമെന്ന് നിതീഷ് കുമാറിന് മനസ്സിലായെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു.